ഐഡിയ നമ്പർ 6, അസറ്റ് വേഴ്സസ് ലയബിലിറ്റി. ധനികരുടെ മക്കൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലായിരുന്നു 10 വയസ്സുള്ള റോബർട്ട് കിയോസാക്കിയും പഠിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഈ സമയത്ത് ഒരു റിച്ച് കിഡൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ അദ്ദേഹത്തെ ഒരുപാട് അവോയ്ഡ് ചെയ്യുമായിരുന്നു. ആ ഒരു കണ്ടീഷൻ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അച്ഛൻ ഒരു PhD സ്കോളറായിരുന്നു. അതിനപ്പുറം അദ്ദേഹം ധനികനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം അച്ഛനോട് ചോദിച്ചു, ശരിക്കും ധനികനാവുന്നത് എങ്ങനെയാണ്, അതിനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയാണ്? അച്ഛൻ്റെ കയ്യിൽ അതിനു വേണ്ടിയുള്ള ഒരു എക്സാക്റ്റ് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സ്കൂളിലേക്ക് പോവുക, നന്നായിട്ട് പഠിക്കുക, നല്ല ഗ്രേഡ്സ് വാങ്ങുക, അതിനുശേഷം നിനക്കൊരു ജോലി ലഭിക്കും, അങ്ങനെ നിനക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന്. ഇങ്ങനെ പറയുന്ന ഇദ്ദേഹത്തെയാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൽ റോബർട്ട് കിയോസാക്കി തൻ്റെ പുവർ ഡാഡായി വിശേഷിപ്പിക്കുന്നത്. റിച്ച് ഡാഡ് ആരാണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം അത്ര വലിയ സ്കോളറൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് അധികം വിദ്യാഭ്യാസവും ഇല്ല. എങ്കിലും അദ്ദേഹം ഹവായിലെ ഏറ്റവും വലിയ മൾട്ടി മില്യണർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇതെല്ലാം പോസിബിൾ ആക്കിയെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി റോബർട്ടിനുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിച്ച് ഡാഡിൽ നിന്ന് പഠിച്ചു. ആ കാര്യങ്ങളാണ് പിന്നീട് അദ്ദേഹം ഒരു പുസ്തകമായി പുറത്തിറക്കിയത്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ റിച്ച് ഡാഡ് റോബർട്ടിന് പഠിപ്പിച്ചു കൊടുത്തത്? റിച്ച് ഡാഡ് റോബർട്ടിന് പറഞ്ഞു കൊടുത്തത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇതിലാദ്യം തന്നെ അറിയേണ്ട കാര്യമാണ് അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഒരാൾക്ക് റിച്ചായി മാറണമെങ്കിൽ അദ്ദേഹം വാങ്ങിക്കേണ്ടത് അസറ്റ്സ് ആണ്, ലയബിലിറ്റി അല്ല. ധനികരായ വ്യക്തികൾ അസറ്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് പുവർ ക്ലാസ്സിലുള്ളവരും അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സുള്ള വ്യക്തികളും ലയബിലിറ്റി ആയിരിക്കും വാങ്ങിക്കുക. അതുമാത്രമല്ല, ചില കണ്ടീഷനിൽ പുവർ ക്ലാസ്സുള്ളവരും മിഡിൽ ക്ലാസ്സുള്ള വ്യക്തികളും അസറ്റ് ആണെന്ന് കരുതിക്കൊണ്ടായിരിക്കും ലയബിലിറ്റിയെ വാങ്ങിക്കുക. എത്രയെല്ലാം ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അത് ആർക്കെല്ലാം വരുന്നുണ്ടോ അതെല്ലാം തന്നെ ഈ അസറ്റും ലയബിലിറ്റിയും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എങ്കിൽ പിന്നെ എന്താണ് ഈ അസറ്റ്, എന്താണ് ഈ ലയബിലിറ്റി? നോക്കാം. എന്തെല്ലാം സോഴ്സിൽ നിന്നാണോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റവന്യൂ ലഭിക്കുന്നത് അതിനെയാണ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം എന്തെല്ലാം സോഴ്സിൽ നിന്നാണോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ലയബിലിറ്റി. അസറ്റ് എന്ന് പറയുന്നത് ഒരു ഡെയിലി ഇൻകം സോഴ്സിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഒരു സാധാരണ വ്യക്തിയുടെ ക്യാഷ് ഫ്ലോ സ്ട്രക്ചർ ഏതാണ്ട് ഇങ്ങനെയായിരിക്കും: ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി. ഈ 4 പാറ്റേണിൽ കൂടിയായിരിക്കും എല്ലാവരുടെയും ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കുക. ആ ക്യാഷ് ഫ്ലോ അകത്തേക്കായാലും അതല്ലെങ്കിൽ പുറത്തേക്കായാലും. ആദ്യം തന്നെ സാധാരണ വ്യക്തികളുടെ കാര്യം എടുക്കാം. ഒരു സാധാരണ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പൈസ ലഭിക്കുക ഒരു ഇൻകം സോഴ്സിൽ നിന്നായിരിക്കും, ടിപ്പിക്കലി ഏതെങ്കിലും ഒരു ജോലിയിൽ നിന്ന്. ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഒരാൾക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോലികളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനുശേഷം അദ്ദേഹത്തിന് എക്സ്പെൻസ് ഉണ്ടായിരിക്കും. ഫുഡ്, ക്ലോത്ത്സ്, എൻ്റർടൈൻമെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയവയെല്ലാം ആയിരിക്കും ഒരാളുടെ പ്രധാനമായ എക്സ്പെൻസസ്. അത് കഴിഞ്ഞ് അസറ്റ്സിലേക്ക് വരാം. ഈ ഒരു കോളത്തിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇവിടെയാണ് ധനികനായ ഒരു വ്യക്തിയും മിഡിൽ ക്ലാസ്സുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം വരുന്നത്. അതിനുശേഷം ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ട് ഒരാളുടെ പൈസ നഷ്ടപ്പെടുന്ന സോഴ്സസിനെയാണ് ലയബിലിറ്റി എന്ന് വിളിക്കുക. ഇതിന് എക്സാമ്പിൾസാണ് ഗോൾഡ് ലോൺ, ഹൗസ് ലോൺ, കാർ ലോൺ, ടാക്സസ്, ക്രെഡിറ്റ് കാർഡ് ബിൽസ് മുതലായവയെല്ലാം. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു വ്യക്തി ഇതുപോലുള്ള ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ടാക്കി വയ്ക്കും. ഈ രീതിയിലായിരിക്കും ഒരു സാധാരണ വ്യക്തിയുടെ ക്യാഷ് ഫ്ലോ പാറ്റേൺ ഉണ്ടായിരിക്കുക. ഇനി ഒരു ധനികനായ വ്യക്തിയുടെ ക്യാഷ് ഫ്ലോ പാറ്റേൺ എങ്ങനെയായിരിക്കും നോക്കാം. ഒരു സാധാരണ വ്യക്തിയുടെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജോലിയിൽ നിന്നാണെങ്കിൽ ധനികനായ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുക അസറ്റ്സിന് വേണ്ടിയായിരിക്കും. ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പൈസ ഉണ്ടാക്കാനായിട്ട് ആക്ച്വലി സാക്രിഫൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ടൈം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ്. പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക ടൈമിനായിരിക്കും. അതേസമയം ഒരു ആവറേജ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക പൈസയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ പൈസ ഉണ്ടാക്കാനായിട്ട് ടൈമിനെ സാക്രിഫൈസ് ചെയ്യുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ആരാണോ പ്രോപ്പറായിട്ട് ടൈമിനെ യൂസ് ചെയ്യുക അവരായിരിക്കും കൂടുതൽ ഏൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ റിച്ച് മെൻറ്റാലിറ്റിയുള്ള ഒരു വ്യക്തി ഏൺ ചെയ്യുന്നത് അസറ്റ്സിൽ നിന്നായിരിക്കും. ഈ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കും അവർ ആദ്യം ശ്രമിക്കുക. അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് പിന്നീട് ലഭിക്കുന്ന ഇൻകം സോഴ്സസ് എല്ലാം തന്നെ പാസീവ് ആയിരിക്കും. ആക്റ്റീവായി ജോലി ചെയ്തുകൊണ്ടായിരിക്കില്ല പിന്നീട് അവർ ഏൺ ചെയ്യുക. വർക്ക് ചെയ്യാത്ത സമയത്തും അവർക്ക് ഇൻകം കൊണ്ടുവന്ന് തരുന്ന ഏതെങ്കിലും ഒരു സോഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അസറ്റ്സിന് എക്സാമ്പിൾസാണ് ഒരാളുടെ പ്രസൻസ് അവിടെ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്ന ബിസിനസ്സസ്, സ്റ്റോക്സ്, ബോണ്ട്സ്, റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ട്സ് എക്സെട്ര. നോട്ട് ടു മെൻഷൻ ദർ ആർ സോ മെനി വേസ് ടു മേക്ക് മണി ഓൺലൈൻ. ഇവിടെ ഒബ്വിയസ് ആയിട്ടും തോന്നാവുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാനുള്ള പൈസ എവിടെ നിന്നാണെന്ന്. ചെറിയൊരു രീതിയിൽ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പുവർ ഡാഡിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് അത്യാവശ്യം ഇൻകം എല്ലാം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസും അതുപോലെ തന്നെ ലയബിലിറ്റീസും എല്ലാം വളരെയധികം കൂടുതലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അസറ്റ്സ് വാങ്ങിക്കാനായിട്ട് മാറ്റി വയ്ക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് പുവറായിട്ട് തന്നെ ജീവിക്കേണ്ടി വന്നത്. ഒരാളുടെ ഇൻകം അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസിന് ഈക്വലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻകം അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല എന്നാണ്.
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അസറ്റ്സ് ലയബിലിറ്റിയേക്കാൾ കുറവാണെങ്കിലും ഇതേ കണ്ടീഷൻ തന്നെയാണ്. ഇതേ ഫാക്ടേഴ്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുവർ ഡാഡിന് ഒരുപാട് ഡെപ്റ്റ്സ് ഉണ്ടാക്കി വെച്ചത്. അതേസമയം അദ്ദേഹത്തിൻ്റെ റിച്ച് ഡാഡിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹത്തിൻ്റെ ഇൻകം അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസിനേക്കാൾ കൂടുതലായിരുന്നു. അതിന് കാരണം എന്താണെന്നാൽ അദ്ദേഹത്തിൻ്റെ അസറ്റ്സ് അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റിയേക്കാൾ കൂടുതലായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻകം കൂടുതലായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ അസറ്റ്സ് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസിനേക്കാൾ വളരെയധികം കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന കൂടുതലായിട്ടുള്ള റവന്യൂ അദ്ദേഹത്തിൻ്റെ അസറ്റ്സ് കോളത്തിൽ തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസറ്റ്സ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യുകയും അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇൻകവും വർദ്ധിക്കും. ഈ രീതിയിലാണ് ഒരു റിച്ച് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തി കൂടുതലായി ഏൺ ചെയ്യുന്നത്. ഐഡിയ നമ്പർ 5, ദ റിച്ച് ഡു നോട്ട് വർക്ക് ഫോർ മണി. സാധാരണ ആളുകൾ ചില കേസുകളിൽ ഏൺ ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു ഡെയിലി വേജസിനായിരിക്കാം, അതല്ലെങ്കിൽ തന്നെ ഒരു മന്ത്ലി ബേസിസിലായിരിക്കാം. ഈ രണ്ട് കേസിലായാലും അവർ വർക്ക് ചെയ്യുന്നത് അവർക്കൊരു ഇൻകം ലഭിക്കാനായിട്ടാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്നാൽ ഒരിക്കലും ധനികനായിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലെ ഇൻകം ജനറേറ്റ് ചെയ്യാനായി ഒരിക്കലും വർക്ക് ചെയ്യില്ല. പിന്നെ അവരെന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുക? അവർ വർക്ക് ചെയ്യുന്നത് ലോങ് ടേമിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം കൊണ്ടുവന്ന് തരുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കും. അതൊരു പക്ഷേ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം കൊണ്ട് നടത്തിക്കൊണ്ടു പോകാവുന്ന ഒരു ഓൺലൈൻ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കാം. അതല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓഫ്ലൈൻ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനായിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. എന്ന് വെച്ചാൽ അവിടെയെല്ലാം അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സിസ്റ്റമാണ്. അവിടെയെല്ലാം അവരില്ലാതെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സിസ്റ്റം. ഐഡിയ നമ്പർ 4, അവോയ്ഡ് ദ റാറ്റ് റേസ്. ഒരുവിധം ആളുകളുടെ എല്ലാം തന്നെ ഫൈനാൻഷ്യൽ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 2 ഇമോഷൻസാണ്. ഒന്ന് പേടി, മറ്റൊന്ന് അത്യാഗ്രഹം. ഒരാൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് പേടിയെല്ലാം ഉണ്ടായിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു കാര്യം ഉണ്ടായിരിക്കുള്ളൂ, ഡെസ്പറേറ്റ്ലി ഏതെങ്കിലും ഒരു വഴിയിലൂടെ പൈസ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കാതെ തന്നെ ചെറിയ രീതിയിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു വഴിയിലൂടെ പൈസ ഉണ്ടാക്കി തുടങ്ങും, ടിപ്പിക്കലി ഏതെങ്കിലും ഒരു ജോലിയിൽ നിന്ന്. അതിനുശേഷം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കുറച്ച് ഇൻകമെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ വർദ്ധിക്കും. ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം, ഇന്ന കാര്യങ്ങളെല്ലാം വാങ്ങിക്കണം, ആ രീതിയിലെല്ലാം. എന്നിട്ട് ആ കാര്യങ്ങളെല്ലാം അയാൾ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പിന്നീട് ഫൈനാൻഷ്യലി വീണ്ടും ഡൗൺ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും ഈ ഒരു പേടി വരും. അപ്പോൾ അദ്ദേഹം വീണ്ടും ഡെസ്പറേറ്റ്ലി ഏതെങ്കിലും ഒരു വഴിയിലൂടെ പൈസ ഉണ്ടാക്കാനായിരിക്കും നോക്കുക. അതുപോലെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് റോബർട്ട് കിയോസാക്കി ഒരു റാറ്റ് റേസ് എന്ന് വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻകം എല്ലാം തന്നെ ലഭിക്കുമ്പോഴേക്കും ചിലവായി പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം പേടിയുണ്ടാകുന്നു, ആ സമയത്ത് പൈസ ഉണ്ടാകുന്നു, പിന്നീട് അത്യാഗ്രഹം ഉണ്ടാകുന്നു, ആ പൈസ എല്ലാം ചിലവാക്കുന്നു, പിന്നീട് വീണ്ടും പേടിയിലേക്ക് തന്നെ വരുന്നു. ഇതിങ്ങനെ തുടർന്നു പോകും. ഈ ഒരു ഇമോഷണൽ ബാരിയർ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ചക്രത്തിൽ തന്നെ കടന്ന് കളിക്കുകയും വർഷങ്ങൾ കഴിഞ്ഞാലും അവരിങ്ങനെ തന്നെ തുടരും. ഇക്കാരണം കൊണ്ട് തന്നെ അവരുടെ ഫൈനാൻഷ്യൽ ലൈഫിൽ ഒരു മാറ്റവും വരുന്നില്ല. ഒരാളുടെ കയ്യിൽ പൈസ ഇരിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമ്മളെല്ലാം തന്നെ പൈസ ഉപയോഗിക്കുന്നത് ഒരു ഇമോഷണൽ ഔട്ട്കം മൂലമാണോ അതോ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണോ? മിക്കവാറും കേസുകളിൽ നമ്മൾ ഇമോഷണലായി എടുക്കുന്ന തീരുമാനങ്ങളെയായിരിക്കും പിന്നീട് നമ്മൾ ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരാൾക്കൊരു കാറ് വാങ്ങിക്കണം. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ആ കാരണം എക്സ്ട്രാ എയർ ബാഗ്സ് ഉണ്ട്, അതിന് നല്ല മൈലേജ് ഉണ്ട്, അതായത് അത് നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, പ്രോമിസിങ് ആയ നല്ലൊരു സേഫ്റ്റി ആ കാറിനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറയുന്നത് ആ കാറിനോട് അദ്ദേഹം ഇമോഷണലി കണക്റ്റഡ് ആയിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് ഡൗൺ സൈഡ്സ് അദ്ദേഹം കാണുന്നുമില്ല. എസ്പെഷ്യലി അതിൻ്റെ കോസ്റ്റ്. അതായത് ആ കാറിൻ്റെ ഇത്തരത്തിലുള്ള ഗുണങ്ങളെല്ലാം തന്നെ കാണുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിന് ആ കാറ് വാങ്ങിക്കണമായിരുന്നു. ഇത്തരത്തിലുള്ളൊരു ഇമോഷണൽ ഡ്രാമയിലൂടെയാണ് അതിന് മുൻപ് ഈ വ്യക്തി കടന്നു പോകുന്നത്. റോബർട്ട് കിയോസാക്കി പറയുന്നത് എന്താണെന്നാൽ ഫൈനാൻഷ്യലി നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ലോജിക്കലി ഒരു ഡിസിഷൻ എടുക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഒരുപാട് സ്ട്രെസ്സും മറികടക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫൈനാൻഷ്യലി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ടായിരിക്കും. സോ അവോയ്ഡ് ദ റാറ്റ് റേസ്. ഐഡിയ നമ്പർ 3, ബിക്കം വെൽത്തി, നോട്ട് ജസ്റ്റ് റിച്ച്. ഒരുപാട് ആളുകൾക്ക് വലിയൊരു തുക തന്നെ ഒരു പേ ചെക്കായിട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ലഭിക്കുന്ന എല്ലാവരെയും വെൽത്തി ആണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? അവരൊരു പക്ഷേ റിച്ച് ആയിരിക്കും, എന്നാൽ അവർ വെൽത്തി ആയിരിക്കില്ല. എക്സാക്ട്ലി എന്താണ് ഇവിടെ റിച്ചും വെൽത്തിയും തമ്മിലുള്ള വ്യത്യാസം? ഫോർ എക്സാമ്പിൾ, ആക്ടേഴ്സിൻ്റെ കാര്യം എടുക്കാം. ഇവർക്കെല്ലാം തന്നെ ലഭിക്കുന്ന പേ ചെക്ക് ഒരിക്കലും ചെറുതായിരിക്കില്ല. എന്നാൽ മിക്കവാറും കേസുകളിലും ഇവരിതിനെ ഉപയോഗിക്കുക പുതിയ ബംഗ്ലാവ് വാങ്ങാനും അതല്ലെങ്കിൽ ലക്ഷറിയസ് കാർ എടുക്കാനെല്ലാം ആയിരിക്കും. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഇവരെല്ലാം തന്നെ റിച്ച് ആയിട്ട് തന്നെ തോന്നിക്കും. എന്നാൽ അതേസമയം ഫൈനാൻഷ്യൽ ലിറ്ററസി ഉള്ള ഒരാളുടെ മെൻറ്റാലിറ്റിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുവർ മെൻറ്റാലിറ്റി ഉള്ള ആളുകളും ചെയ്യുന്ന കാര്യങ്ങളാണ്. വ്യത്യാസം എന്താണെന്നാൽ ഒരു ആവറേജ് ആയിട്ടുള്ള വ്യക്തിയുടെ ഇൻകം അത്രയും വലുതല്ലെന്ന് മാത്രം. നല്ലൊരു പേ ചെക്ക് ലഭിക്കുന്ന ഒരു വ്യക്തി ഈ രീതിയിലെല്ലാം ആക്ട് ചെയ്യുന്ന സമയത്ത് ഫൈനാൻഷ്യലി അദ്ദേഹം ആക്ച്വലി ഡീഗ്രോ ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവരെ വെൽത്തി അല്ലെന്ന് റോബർട്ട് കിയോസാക്കി വിളിക്കുന്നത്. അതേസമയം വെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ആക്ട് ചെയ്യുക? അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻകത്തിൽ നിന്ന് നല്ലൊരു തുക തന്നെ അദ്ദേഹം അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കും. അതല്ലാതെ കാറും ബംഗ്ലാവും വാങ്ങിക്കുകയല്ല ഒരു വെൽത്തി ആയിട്ടുള്ള വ്യക്തി ചെയ്യുക. ആക്ടർ എന്നുള്ള കാറ്റഗറി ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുക സെൽഫ് എംപ്ലോയ്ഡിലാണ്. ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽഡായി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ. കാണാത്തവർ ഇത് തീർച്ചയായും കാണാം.
ഒരു കാർ എടുക്കുന്ന വ്യക്തിക്ക് മാസം തോറും ഒരു പാർട്ടിക്കുലർ ആയിട്ടുള്ള തുക ആ കാറിന്മേൽ അടയ്ക്കേണ്ടി വരും. ഓഫ് കോഴ്സ് അതൊരു ലയബിലിറ്റി തന്നെയാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസയുടെ ചെറിയൊരു ഭാഗം കൊണ്ട് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിലോ അങ്ങനെയെങ്കിൽ വർഷം തോറും അദ്ദേഹത്തിൻ്റെ ക്യാഷ് ഫ്ലോ വർദ്ധിക്കുകയായിരിക്കും ചെയ്യുക. പിന്നീട് അസറ്റ്സ് എല്ലാം വർദ്ധിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ലക്ഷറിയസ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വാങ്ങാനായിട്ട് സാധിക്കും. ആ ഒരു സ്റ്റേജിൽ അദ്ദേഹം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അസറ്റ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റവന്യൂ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസിനേക്കാൾ വളരെയധികം മേലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം വാങ്ങിക്കുന്ന ലക്ഷറിയസ് ഐറ്റംസിനൊന്നും തന്നെ ഫൈനാൻഷ്യലി അദ്ദേഹത്തെ ഡീഗ്രോ ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം ഒരിക്കലും ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. കാരണം അദ്ദേഹം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അസറ്റ്സിനെല്ലാം തന്നെ ഓരോ വർഷവും വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത് മൈ അസറ്റ്സ് ബൈ മൈ ലയബിലിറ്റീസ്. റിച്ച് ആയ വ്യക്തികൾ അവർ സ്വയം ക്രിയേറ്റ് ചെയ്ത പൈസ കൊണ്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വാങ്ങിക്കുക. അതേസമയം വെൽത്തി ആയ വ്യക്തികൾ അവർ സ്വയമായി ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റം കൊണ്ടായിരിക്കും അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കുക. ഇതാണ് വ്യത്യാസം റിച്ചും വെൽത്തിയും തമ്മിൽ. ഐഡിയ നമ്പർ 2, വർക്ക് ടു ലേൺ നോട്ട് ടു മേക്ക് മണി. റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിക്കുന്ന സമയത്ത് ആർക്കും കോമൺ ആയിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണ് ജോലി ചെയ്യുന്നത് വളരെ മോശമാണ്, പൈസ ഉണ്ടാക്കണമെങ്കിൽ ബിസിനസ് തന്നെ ചെയ്യണമെന്ന്. എന്നാൽ അതൊരിക്കലും തീർത്തും ശരിയല്ല. അതിൻ്റെ ആ ഒരു പെർസെപ്ഷനിൽ കുറച്ച് വ്യത്യാസം വരുത്തണം. സാധാരണ രീതിയിൽ ഒരു ജോലി ഒരാൾ കാണുന്നത് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ടാണ്. ആ ഒരു പെർസെപ്ഷനെ മാറ്റിക്കൊണ്ട് ഒരു ജോലി എന്നത് ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഹൈ ഇൻകം ജോബിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹൈ ഇൻകം സ്കില്ല് എന്നുള്ളത്. റോബർട്ട് കിയോസാക്കി പറയുന്ന ഒരു കാര്യമാണ് ഒരു ജോലിയെ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്യാനായിട്ട് അതിനെ ഉപയോഗിക്കുന്നത്. ഒരിക്കൽ റോബർട്ട് കിയോസാക്കി ഒരു ഫീമെയിൽ റിപ്പോർട്ടർ സിംഗപ്പൂർ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തു. അവർക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. എന്നാൽ അവരുടെ ഒപ്പീനിയനിൽ ഒരു സെയിൽസ് പേഴ്സണായിട്ട് പോലും ഫോർമലി എഡ്യൂക്കേറ്റഡ് ആവാന്ന് പറഞ്ഞാൽ അത് തീർത്തൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അവരുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ റോബർട്ട് കിയോസാക്കിയെ പോലെ ഒരു ഓതർ ആവാന്നുള്ളതാണ്. അതിൽ മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ റോബർട്ട് കിയോസാക്കി അവരെ അഡ്വൈസ് ചെയ്തത് എന്താണെന്നാൽ സെല്ലിങ്ങിനെ കുറിച്ച് പഠിക്കാനായി ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യാനായിരുന്നു. എന്നാൽ അവരതിനെ സമ്മതിച്ചില്ല. എന്നാൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് തീർത്തൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്നാൽ റോബർട്ട് കിയോസാക്കി പറഞ്ഞത് എന്താണെന്നാൽ ഏതെങ്കിലും ഒരു സ്കില്ല് എക്സ്ട്രാ മാസ്റ്റർ ചെയ്യുന്നത് വഴി ഒരാളുടെ ഇൻകത്തിൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് പോസിബിൾ ആണെന്നാണ്. ആ സ്കിൽ ഒരു പക്ഷേ അക്കൗണ്ടിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ആയിരിക്കാം. അത് ഡിപ്പെൻഡ് ചെയ്യും. ഇതെല്ലാം തന്നെ ബിസിനസ് സൈഡിൽ, അതുപോലെ ഇത് എല്ലാ ഫീൽഡിലും പോസിബിൾ ആയിട്ടുള്ള ഒന്നാണ്. ആ രീതിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഒരു പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ മോട്ടീവ് എന്താണെന്നാൽ ഓരോരുത്തരും ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലാണ് ആക്ച്വലി ഫോക്കസ് ചെയ്യേണ്ടത്, അതല്ലാതെ പൈസ ഉണ്ടാക്കുന്നതിലല്ല. ഒരാളുടെ 20% എനർജി മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ലേണിങ്ങിനും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനുമായി ഉപയോഗിക്കുന്നതാണ് നല്ലത്. എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു മരം മുറിക്കാനായി 7 മണിക്കൂർ തരികയാണെങ്കിൽ അതിലെ ആദ്യത്തെ 6 മണിക്കൂറും ഞാൻ എൻ്റെ മഴുവിന് മൂർച്ച കൂട്ടാനായിരിക്കും ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യത്തെയും ലിറ്ററലി എടുക്കരുത്. അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഓൾവേസ് ലേണിംഗ് കംസ് ഫസ്റ്റ്. ഏണിങ്ങിനേക്കാൾ കൂടുതലായി ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരുപാട് അത്ലറ്റ്സും പറഞ്ഞുള്ള ഒരു കാര്യമാണിത്. കോമ്പറ്റീഷൻ വളരെയധികം എളുപ്പമാണ്, എന്നാൽ ആ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യം. ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ജോലി അത് നമ്മുടെ മുന്നിലുള്ള ആക്ച്വൽ ഗോളിനോടുള്ള ഒരു ചെറിയ സ്റ്റെപ്പായിട്ട് മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ. അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പിന്നീട് അവയെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. എന്നാൽ അതിനുവേണ്ടി നമുക്ക് മുന്നിലൊരു ഗോൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രം, ഒരു ഐഡൻറ്റിഫിക്കേഷനായിട്ട്. അതുപോലെ തന്നെ ഏണിങ്ങിനേക്കാൾ കൂടുതലായി ലേണിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐഡിയ നമ്പർ 1, ബിക്കം ഫൈനാൻഷ്യലി ലിറ്ററേറ്റ്. ഇവിടെ അദ്ദേഹം സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒന്നും തന്നെ ലഭിക്കാത്ത ഫൈനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ചാണ് പറയുന്നത്. റിച്ച് ഡാഡ് പുവർ ഡാഡിലൂടെ അദ്ദേഹം പ്രധാനമായും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരാൾ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ബേസിക് ലെവലിൽ ഒരാൾക്ക് തൻ്റെ ഇൻകത്തെയും എക്സ്പെൻസിനെയും കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ശ്രദ്ധയില്ലെങ്കിൽ, അതുപോലെ തന്നെ അസറ്റ് എന്താണ് ലയബിലിറ്റി എന്താണ് എന്നൊന്നും അറിയില്ലെങ്കിൽ ദേഴ്സ് എ സ്ട്രോങ് പോസിബിലിറ്റി അദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ ചെന്ന് പെടാനായിട്ട്. ഏറ്റവും എഫക്റ്റീവായിട്ട് ഇതിനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലോ അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോ മന്തിലോ ഇതിൻ്റെ മേലൊരു അനാലിസിസ് നടത്താന്നുള്ളതാണ്. എത്രത്തോളം ഇൻകമാണ് കയ്യിലേക്ക് വരുന്നത്, എത്രത്തോളമാണ് ചിലവായി പോകുന്നത്, എന്തൊക്കെയാണ് ലയബിലിറ്റീസ്, എത്രയാണ് സേവ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നത്, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് ഗ്രോസ് റവന്യൂ, നെറ്റ് റവന്യൂ, ഓവർഹെഡ് കോസ്റ്റ്, കോസ്റ്റ് പെർ അക്വിസിഷൻ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ തുടക്കത്തിൽ അറിയേണ്ട ആവശ്യമില്ലെങ്കിലും അറിഞ്ഞ് വെക്കുന്നതിൽ തെറ്റില്ല. എസ്പെഷ്യലി ഒരാൾക്ക് ഒരു എൻ്റർപ്രനേറിയൽ കരിയറിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം തന്നെ ഒരു ഫോർമൽ എഡ്യൂക്കേഷനിൽ ഏത് രീതിയിലാണോ പഠിക്കുക അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വ്യത്യാസം എന്താണെന്നാൽ ഒരാൾ ഫോർമൽ എഡ്യൂക്കേഷനിൽ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് ജസ്റ്റ് മാർക്സിന് വേണ്ടിയാണ്.
എന്നാൽ അതിനുശേഷം ഒരാൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആക്ച്വലി ഇത് രണ്ടും തമ്മിൽ പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ വരെയുള്ളതിന് ഒരു തിയറിറ്റിക്കൽ അപ്രോച്ച് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ അതിനുശേഷമാണ് ഒരാളുടെ പ്രാക്ടിക്കൽ ലൈഫ് തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ കാര്യമായ റെലവൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പലരും കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിത്തം നിർത്തിയ ഒരവസ്ഥയാണ്. എന്നാൽ റിയൽ ലേണിംഗ് തുടങ്ങുന്നത് അതിന് ശേഷമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനടുക്കെല്ലാം ഷെയർ ചെയ്യുക. ടേക്ക് കെയർ.